ഈ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നതിൽ ഒരു സ്ഥിരീകരണത്തിന് എത്ര കാക്കേണ്ടി വരും ദീപക്? ഇതിന്റെ ഈ കരാറുകാർ അവരൊക്കെ അറിയണമല്ലോ. അതിൽ മാത്രമല്ല ഈ തൊഴിലാളികളുമായിട്ട് ഒരു വാഹനം കൂടി അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം കൂടി വന്നിരുന്നു. സ്മൃതി, അതായത് 14ഓളം തൊഴിലാളികൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ മനസ്സിലാകാം. ആ കോൺക്രീറ്റ് പാളിയുടെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഇവരുടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന മഞ്ഞ നിറത്തിലുള്ള JCB പോലുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മണ്ണിനടിയിൽ മൂടപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനടിയിലാണ് പ്രധാന റോഡ്, ചൂരൽമലയിലേക്കുള്ള പ്രധാന റോഡിന്റെ പോകുന്ന വഴി. ആ റോഡിന് മുകളിലേക്കാണ് ഏകദേശം ഒരു 100 അടി ഉയരത്തിൽ നിന്ന് മണ്ണ് പതിച്ച് ഈ ഭാഗത്തേക്ക് വീണിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഭാഗത്ത് മണ്ണ് വീണ് മൂടിയിരിക്കുന്നു. അതിനകത്ത് ഇത്തരത്തിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ആ മേഖലയിലുണ്ട്. എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കിടക്കുന്ന ഇടത്തിന്റെ ഇപ്പുറത്ത് റോഡാണോ മാധു? അതായത് നമുക്ക് കാണാം ഈ റോഡിലുള്ള വാഹനങ്ങൾ, ഇതൊരു റോഡാണ്. ഇതിങ്ങനെ ഇതുവഴി പോയി ആ മണ്ണ് കിടക്കുന്നതിലൂടെ റോഡ് തുടർച്ചയായി പോയാണ് ചൂരൽമല ഭാഗത്തേക്ക് റോഡ് പോകുന്നത്. ആ റോഡിലേക്കാണ് ഏകദേശം ഒരു നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ തന്നെ മണ്ണ് വന്ന് പതിച്ചത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ മനസ്സിലാകും. ആ റോഡിന് മുകളിലായിട്ടാണ്, മണ്ണിന് മുകളിൽ കോൺക്രീറ്റ് പാളികൾ അടക്കമുള്ളത്. ഈ കോൺക്രീറ്റ് പാളികൾ മുകൾ ഭാഗത്ത് ഉണ്ട കോൺക്രീറ്റ് പാളികളാണ്. അവിടെ നിന്ന് മണ്ണിടിച്ചിലിനെ തുടർന്ന് ആ ഭാഗത്ത് വലിയ മരങ്ങളും മണ്ണുമെല്ലാം ഇടിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഇടിഞ്ഞെത്തിയത്. ഇതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞ കാര്യമാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്ന രൂപത്തിൽ മന്ത്രി ടി സിദ്ദിഖ് പറയുന്നുണ്ട്. കാരണം അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടിയിട്ടിരിക്കുന്ന മലയിൽ നിന്നും മലയിടിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഇടിഞ്ഞു വീഴ് അപകടത്തിന് ഇടയാക്കി എന്ന കാര്യം കൂടി മന്ത്രി പറഞ്ഞു. നോക്കൂ, 2 ദൃശ്യങ്ങൾ കാണാം. അപകടത്തിന് ശേഷമുള്ള ദൃശ്യം, അപകടത്തിന് മുമ്പുള്ള ദൃശ്യം എന്നുള്ളതാണ്. 2 ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടത് ഈ ദുരന്ത കാരണമായി എന്നുള്ളതാണ്. നോക്കൂ, ഇതിന്റെ നിർമ്മാണം ഈ കാലവർഷം ശക്തിപ്പെട്ടാലും നിർമ്മാണം നടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ശാസ്ത്രീയമായി നടപ്പാക്കുന്ന വാദമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ സമുദ്രനിരപ്പിൽ നിന്നും 851 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഈ മേപ്പാടി ചുരമല റോഡിലെ മീനാക്ഷി ഭാഗത്താണ് ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പാറയ്ക്ക് സമയത്ത് മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ മഴയ്ക്ക് ശേഷം ആ പ്രവൃത്തി നിർത്തിവെച്ചു എന്നുള്ള വിവരമുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ദുരന്തത്തിൽ ആളുകൾ പെടുന്നു എന്നുള്ളതാണ്. തൊഴിലാളികളുടെ ടെന്റ് അവിടെയാണുള്ളത്. അതുകൊണ്ട് അതിൽ ആളുകളുണ്ടോ എന്നറിയില്ല. ആ പൊളിഞ്ഞു വീഴുന്ന ടെന്റ് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. അതെ, അപ്പൊ ഈ മഴയത്ത് ഈ പണി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപകട സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അതിനടുത്ത് തന്നെ ടെന്റുകൾ നിർമ്മിക്കുന്നു എന്നുള്ളത് എത്രത്തോളം ആ മനുഷ്യജീവനുകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ള വിഷയം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ